ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയിൽ ഫസ്റ്റ് നമ്മൾ ചെന്നൈയിൽ നിന്നായിരുന്നു നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു ദിവസം മുന്നേ ചെന്നൈയിലെത്തി, അവിടെ സ്റ്റേ ചെയ്തു. അവിടെ എയർപോർട്ടിന് മുമ്പിലുള്ളൊരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ഒക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഈവനിങ് ആയിരുന്നു എനിക്ക് ഫ്ലൈറ്റ്, എനിക്കും എൻ്റെ അമ്മക്കും. അതിന് ക്യാഷ് എക്സ്ചേഞ്ച് ഒക്കെ ചെന്നൈയിൽ നിന്നാണ് ചെയ്തത്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ശ്രീലങ്കയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് പോയത്, ഞാൻ എൻ്റെ സ്വന്തം ഐറ്റിനറി ആയിരുന്നു. ഫ്ലൈറ്റ് ഈവനിങ് ആണെങ്കിൽ എനിക്ക് മോർണിംഗ് ടു ഈവനിങ് വരെക്കും ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു മൂവീൻ്റെ ഷൂട്ട്. അപ്പം ഞാൻ അതും കൂടെ ചെയ്തു. അന്നത്തെ ഫുൾ ഡേ നല്ല വെയിലായിരുന്നു ചെന്നൈയിൽ. ഭയങ്കര ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു. ആ വെയിലത്ത് കഷ്ടപ്പെട്ട് ഷൂട്ടൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ നിന്നായിരുന്നു ഒരു ക്യാബ് പിടിച്ച് നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോയത്. ബിക്കോസ് ഓൾറെഡി ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 4 o'clock ഈവനിങ് ഒരു 4 o'clock ആകുമ്പോൾ അവിടെ നിന്ന് ക്യാബ് എടുത്തിട്ട് ഞാനും എൻ്റെ അമ്മയും എയർപോർട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ പ്രാവശ്യം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടിയില്ല. ബിക്കോസ് അവൾക്ക് പാസ്പോർട്ടിൽ ചെറിയൊരു എക്സ്പയർ ആവാൻ പോവുമായിരുന്നു അവളെ പാസ്പോർട്ട്. ലാസ്റ്റ് വിസ എടുക്കുന്ന മൊമെൻറ്റിലായിരുന്നു അവളെ പാസ്പോർട്ട് എക്സ്പയർ ആവാൻ പോകുന്ന വിഷയം നമ്മൾ അറിഞ്ഞത്. ജൂലൈയിലായിരുന്നു അവളെ പാസ്പോർട്ട് എക്സ്പയർ ആവാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും ഉണ്ടാവണം. അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രീലങ്കയിൽ നമ്മൾ ഈവനിങ് ഒരു 9:30 ആകുമ്പോൾ എത്തിയപ്പോഴും ഞാൻ സിം എടുത്തു. നമ്മളൊരു Airbnb ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല വീട്, നല്ല അടിപൊളിയായിട്ട് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലാണ്. ഫസ്റ്റ് നൈറ്റ് ഇൻ ശ്രീലങ്ക. നമ്മൾ Airbnb-യിൽ പാരഡൈസ് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യാണ്. അവർ വന്നപ്പാട് നമുക്ക് ലൈം ടീ തന്നു. നമ്മളൊരു 10 മണിക്ക് ശ്രീലങ്കയിലെത്തി. വെരി വാം വെൽക്കമിങ്, റിയലി ലവ്ഡ് ഇറ്റ്. ഇനി ഇവർ ഡിന്നർ നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഉറങ്ങും. ഇന്ന് ഇത്രയേ ഉള്ളൂ. ആൻഡ് ടുഡേ ഈസ് May 17th. ഒരു ഷിംല എന്ന് പറഞ്ഞൊരു ആൻറ്റിയാണ് ഉള്ളത് ഇവിടെ. ആൻറ്റി വന്നപ്പാട് നമുക്കൊരു ലൈം ടീ ഒക്കെ ആക്കി തന്നു. ഇതാണ് വീട്. വെരി വാം വെൽക്കമിങ്. Thank you so much. It is too much actually. Thank you. You made all these? Yes, Oh, I have seen in the Airbnb comment that you make good food. that is white rice, Okay. red rice, and noodles. Okay. Okay, this is jackfruit. Oh, okay. ഓടിട്ടൊരു വീട്. ഈ ആരാ പറഞ്ഞു ശ്രീലങ്കയ്ക്ക് മാറിപ്പോയതാ. ശ്രീലങ്കന്നുണ്ട് ചകിരി, മാവ്, ചെടികൾ, ഓടിട്ട വീട് മുഴുവൻ നാടന്നെയാണ്. മാങ്ങ പേരക്കിലതാ. ആണ് പേരൊക്കെ. ഇവിടെയാണ് നമ്മൾ ശ്രീലങ്കയിൽ ഫസ്റ്റ് ഒരു നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്, Airbnb-യിലാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. നല്ല ഭംഗിയുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഫുഡെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. ഇവിടെ ഒരു കപ്പിളാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ അങ്കിള് ഇവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ. ബൈ അങ്കിൾ. ബൈ.
ബൈ ബൈ. സോ അതിനുശേഷം നമ്മൾ ഒരു ഹോട്ടലിലായിരുന്നു പോയത്. കൊളംബോയിൽ ഉണ്ടായിരുന്നൊരു ഹോട്ടൽ. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്നും കൊളംബോ ഹോട്ടലിലേക്കും ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടൽ മോർവേൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു സ്റ്റേ ചെയ്തത്. നല്ല മഴ. നമ്മളിപ്പോൾ മിനിസ്ട്രി ഓഫ് ക്രാബിൽ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഹൈപ്പ് കൊടുത്ത ഒരു സ്ഥലമാണ് മിനിസ്ട്രി ഓഫ് ക്രാബ്. നമുക്ക് പോയിട്ട് നല്ലതാണോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഗൈസ്, എൻ്റെ അഭിപ്രായത്തിൽ മിനിസ്ട്രി ഓഫ് ക്രാബ്സ് ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി ക്രാബ് കറിയിലും കിട്ടുന്ന സ്ഥിതിക്ക് ഇത് വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഫോർ ഒരു മീഡിയം ടു ലാർജ് ക്രാബിനൊക്കെ നമ്മൾ ഇന്ത്യൻ എമൗണ്ട് 30,000 ഒക്കെയാണ്. അത് കണ്ടപ്പോഴേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന പോലെയായി. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്രാബ് വാങ്ങിച്ചു. ചെറിയൊരു ക്രാബ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ നമ്മൾ അമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റൊന്നും ഇല്ല. ഒരു ഗാർലിക് സോസ് പോലെ ഓയിലിനെ കൊണ്ട് കുറേ ഓയിലായിരുന്നു, ഭയങ്കര ഓയിലി ആയിരുന്നു. അതിനെ കൊണ്ട് ജസ്റ്റ് ക്രാബ് പുഴുകി വെച്ചു, അത്രയേ ഉള്ളൂ. അതിനാണ് ഇവർ നാട്ടിലത്തെ 30,000 രൂപ എടുത്ത്. ഇപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചത് ഒരു 10,000-ൻ്റെ ക്രാബാണ്. വേറെ വഴിയില്ല, അവിടെ വന്നും പോയി. ഇനിയിപ്പോൾ കഴിക്കാണ്ട് പോകാനും പറ്റില്ല. വൺ ടൈം എക്സ്പീരിയൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ 10,000 റുപ്പീസ് ഞാൻ കൊടുത്തത്. കുഴപ്പമില്ല. ഇനി അവിടുന്ന് നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് തൊഴഞ്ഞിങ്ങനെ വരും. കൊട നോക്കടാ. Oh, Hrithik Roshan came. Yeah, Hrithik Roshan come to opening ceremony. The chief guest. Oh, nice. Buddha temple. It's a Buddha of the father of the family. It's a Buddha history pictures. 2,700 history pictures. Lumi, the Nepal Kathmandu, born Buddha living in. Why is it in Sri Lanka? She's come to Sri Lanka. Gift. കൊമ്പാണ് ഇവിടെ അല്ലേ? Another ceremony.
bye to this view in Colombo. Morven Hotel. നമ്മൾ പാക്കിങ് ചെയ്യാണ്. ഓക്കെ ബൈ. നമ്മൾ ഫുള്ള് ടയേർഡായി. ഒരു ലോങ് 4-5 hours ട്രെയിൻ ജേർണി ആയിരുന്നു. ഭയങ്കര ടയേർഡായി. അതിൻ്റെ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട്. ടാൻഡും ആയി വല്ലാണ്ട്. അവിടുന്ന് നമ്മൾ വന്നത് പെറ്റി കെഫേ ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കെഫേ വിത്ത് വെരി ടേസ്റ്റി ഫുഡ്. ഭയങ്കര ഇഷ്ടമായി. അവിടുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലാണ് പോയത്. ആര് വന്നായിരുന്നു അവിടെ ബീച്ച്. Sri Lanka. Very nice, beautiful place. കുറച്ച് ചിരിക്ക്. ഓക്കെ, സോ ഫുഡ് കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? യു ടെൽ മീ. ചുറ്റി കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? Yeah, what does that mean? സാപ്പിട്ടീங்களா? Yeah, ஆமா. And what do you want to you tell me something, I'll just convert into Malayalam. Translate, yeah. How are you? സുഖമാണോ? സുഖമാണ്. ഓക്കെ, ഇവര് പറയാ നിങ്ങൾ എന്നെക്കാട്ടി യങ് ആയിട്ടുണ്ട്. മോമന്നെയാണോ? Yeah, no, people used to come in there. She's used to it. No, seriously. Yeah. Not like a mom. That's it.
I'm sorry. Still loading. Can you send me? ഫ്രണ്ട്ലിയോ? Oh, yes. Is he friendly? ഹലോ ഹലോ. നെക്സ്റ്റ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് അഡ്വെഞ്ചർ സ്നോർക്കലിംഗ്. ഇത് ഞാൻ ഒട്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് പോയതാണ്. ആൻഡ് എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ സ്നോർക്കലിങ്ങിന് പോകുമ്പോൾ. ആൻഡ് ഞാൻ സത്യം പറയട്ടെ, ഇതെനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. Snorkeling. I expected that I will go deep into the sea, but ഇത് ജസ്റ്റ് ഒരു 200 മീറ്റർ ദൂരം മാത്രമേ പോയിട്ടുള്ളൂ, which is in the base, not in the base, in the bottom of the sea. സ്കൂബ ഡൈവിങ് ആയിരുന്നു കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകുന്നത്. അമ്മ അങ്ങനെ ശ്രദ്ധിക്കാം. വലിയ ചട്ടിയിലാക്കാൻ ഇത്രയും വരുന്നു ഇപ്പത്ര അറിയുന്നു. ഇത് കണ്ട ബട്ടർഫ്ലൈ ആണ്. ഞാൻ കിട്ടി. നമ്മളെ റൂം വൃത്തിയാക്കിയാൽ മതി. ശരിക്കും പ്രേതത്തിന്റെ അവിടുത്തെ വൈബ്. ആരുമില്ല ഇവിടെ, ഒരാളില്ല. ഇത്രയും എല്ലാവരും എന്നാന്ന്
സിനിമയിലും കാണും. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചതാന്ന് തോന്നുന്നു. അവസാനം ഗാന്ധിജി ഇവിടെ കിടന്നുറങ്ങി. പോലെ പഴയ ഇതുകൊണ്ട് വില കുറവ്. ഇവിടെ ഊഞ്ഞാലുണ്ട്. നല്ല വൈബില്ല സ്ഥലം. എനിക്കിടെ പേടിയാവുന്ന സ്നേഹം സത്യം. ഒരാൾ Be seated for departure. Confirm cabin clearance.